CPM-ന് പിന്നാലെ CPI സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നു. എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം. 2024 തെരഞ്ഞെടുപ്പ് CPM-നെ പോലെ CPI-ക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. 4 സീറ്റുകളിലാണ് CPI കേരളത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് ഉണ്ടായത്. അതിന്റെ ക്ഷീണം മാറ്റാനാണ് പാർട്ടിയുടെ ശ്രമം. മാത്രമല്ല, ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. അതിനാൽ പഴുതടച്ചുള്ള നീക്കങ്ങളാവും ഉണ്ടാവുക. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് തുടങ്ങി 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനാണ് മത്സരിക്കുന്നത്. സർവസമ്മതനാണ്, ജനകീയനാണ്, എല്ലാവർക്കും സമീപിക്കാവുന്ന നേതാവാണ്. അധികാര സ്ഥാനങ്ങളോട് ആർത്തിയില്ലാത്ത നേതാവ് എന്ന ഇമേജും സ്വന്തം. ആൾക്കൂട്ടവുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനും പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകുവാനും സവിശേഷമായ കഴിവുണ്ട്. എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയിലൂടെ തിരുവനന്തപുരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് CPI നടത്തുന്നത്. താരപരിവേഷമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. ആനി മസ്ക്രീനും VK കൃഷ്ണമേനോനും MN ഗോവിന്ദൻ നായരും PKVയും KV സുരേന്ദ്രനാഥും ലീഡർ K കരുണാകരനും പ്രതിനിധാനം ചെയ്ത മണ്ഡലം. തുടക്കത്തിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്നു പന്ന്യൻ. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടതോടെയാണ് നിലപാട് മാറ്റിയത്. PKVയുടെ നിര്യാണത്തെ തുടർന്ന് 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രനാണ് ജയിച്ചത്. നല്ല ഭൂരിപക്ഷവും ലഭിച്ചു. 2009 മണ്ഡലം കൈവിട്ടുപോയി. മാത്രമല്ല, കഴിഞ്ഞ 2 തവണയായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു. ഇതിന്റെ നാണക്കേട് മാറ്റാനും മണ്ഡലം തിരിച്ചുപിടിക്കാനുമാണ് ജനകീയനായ പന്ന്യനെ തന്നെ തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥിയാക്കിയത്. പെയ്ഡ് സ്ഥാനാർത്ഥി പോലുള്ള വിവാദങ്ങളിലും തിരുവനന്തപുരത്ത് CPI പെട്ടിട്ടുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ തിരുവനന്തപുരത്ത് CPIക്ക് ജയിച്ചേ തീരൂ. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിൽ പ്രതീക്ഷിക്കുന്നത്. പന്ന്യനോളം ജനകീയനും സർവസമ്മതനുമായ മുൻ മന്ത്രി VS സുനിൽകുമാറാണ് ഇവിടെ സ്ഥാനാർത്ഥി. TN പ്രതാപനും സുരേഷ് ഗോപിയുമാകും കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യു തോമസ് ആയിരുന്നു ഇവിടെ CPI സ്ഥാനാർത്ഥി. കേരളത്തിലെ തന്നെ സ്റ്റാർ മണ്ഡലമായി തൃശൂർ മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് പകരം മോദിയോ അമിത്ഷായോ പോലെയുള്ള ദേശീയ നേതാക്കൾ BJP സ്ഥാനാർത്ഥിയായി എത്തിയേക്കാം എന്ന അഭ്യൂഹങ്ങളും ഇപ്പോഴും പരക്കുന്നുണ്ട്. മോദിയുടെ റോഡ് ഷോയ്ക്ക് എത്തിയ ജനക്കൂട്ടം വോട്ടായി മാറുമോ എന്ന് കണ്ടു തന്നെ അറിയണം. TN പ്രതാപൻ തൃശൂരിൽ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് VS സുനിൽകുമാറിനെ പോലെ ജനകീയനായ നേതാവിനെ തൃശൂരിൽ പരീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാടാണ് CPIയുടെ മറ്റൊരു തട്ടകം. ദേശീയ നേതാവ് ആനി രാജയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPIയുടെയും കോൺഗ്രസിന്റെയും ദേശീയ നേതാക്കൾ ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന കൗതുകവും വയനാടിനുണ്ട്. CPI വയനാട്ടിൽ ജയിക്കാൻ ഏറെ ശ്രമിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിക്ക് 64% വോട്ടാണ് 2019 കിട്ടിയത്. CPI സ്ഥാനാർത്ഥി സുനീർ വെറും 25% വോട്ടിൽ ഒതുങ്ങി. BDJS സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിയാണ് 2019 വയനാട്ടിൽ മത്സരിച്ചത്. 7% വോട്ട് മാത്രമാണ് തുഷാറിനു കിട്ടിയത്. മാവേലിക്കരയിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെയാണ് CPI രംഗത്തിറക്കിയിരിക്കുന്നത്. മന്ത്രി P പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായ CA അരുൺകുമാറാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി തുടർ വിജയം നേടിയ കൊടിക്കുന്നിൽ സുരേഷാണ് നിലവിലെ മാവേലിക്കര MP. CPIക്ക് അട്ടിമറി വിജയം നേടാവുന്ന മണ്ഡലമാണിത്. 2014 ചെങ്ങറ സുരേന്ദ്രനെയും 2019 ചിറ്റയം ഗോപകുമാറിനെയുമാണ് കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ LDF പരമാവധി സീറ്റുകളിൽ വിജയിക്കുവാനുള്ള ശ്രമം നടത്തും. BJP നേടുന്ന വോട്ടുകളും ജയപരാജയങ്ങളെ സ്വാധീനിക്കും.